ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി യു. CCB ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയായി അക്കൗണ്ടൻസിയിൽ നിന്നും ലാസ്റ്റ് 5 ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ഏരിയാസ് തന്നെ നമുക്ക് നോക്കിയാലോ. ഏതൊക്കെ റിപ്പീറ്റഡ് ഏരിയാസിൽ നിന്നാണ് കുറച്ച് ആയി നമുക്ക് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് കൃത്യമായി നോക്കാം. ഇവിടെ എന്താ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്? ബുക്ക് കീപ്പിംഗ് അല്ലേ. ബുക്ക് കീപ്പിംഗ് നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഭാഗമാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് അല്ലേ. നമ്മൾ ഒരു ബിസിനസ്സിലോട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്ത് വെക്കണം? റെക്കോർഡ് ചെയ്യണം അല്ലേ. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ 2 ടൈപ്സ് അവിടെ പറയുന്നുണ്ട് ബുക്ക് കീപ്പിങ്ങിൽ. സിംഗിൾ എൻട്രി സിസ്റ്റം, ഡബിൾ എൻട്രി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് 2 ടൈപ്സ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് നമ്മൾ വൃത്തിയായി പഠിക്കണം. അതുപോലെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അല്ലേ. ഏതൊരു ട്രാൻസാക്ഷനും ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് എൻട്രികൾ എഴുതുന്നതിനെയാണ് എന്ത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബുക്ക് കീപ്പിങ്ങിൽ പറയുന്ന ആ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ്? ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാതെ, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാതെ എഴുതുന്ന സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഈ 2 സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കണം. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ, കണ്ടിട്ടില്ലേ? ബുക്ക് കീപ്പിങ്ങിൽ നിന്നും ഡബിൾ എൻട്രിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഭാഗമാണ് എന്ത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അല്ലേ. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. കുറച്ച് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് നമുക്ക് ഉറപ്പായും കിട്ടും. ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ്? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മാച്ചിങ് പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ, അക്രുവൽ കോൺസെപ്റ്റ്, ഇതുപോലെ കുറച്ച് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും നമുക്ക് നോക്കാനുണ്ട്. ഇവ അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് ജേണലിലോട്ട് ഈ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് വേണ്ടേ നമുക്ക് ജേണലിലോട്ട് എഴുതാൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നോക്കണം. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് അറിയുന്നവർക്കറിയാം ജേണൽ ആയിരിക്കും എന്ത്? 3rd മൊഡ്യൂളിൽ വരുന്ന ഒരു കാര്യം. ജേണലിനെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജേണൽ എന്താണ്, ജേണലിൻ്റെ സബ്സിഡറി ബുക്സ് എന്താണ് എന്നെല്ലാം പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ജേണൽ എഴുതുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അല്ലേ. അതായത് അക്കൗണ്ടൻസിയിലെ ബേസിക് റൂൾസ്. ഇതറിഞ്ഞാൽ, പ്രിൻസിപ്പിൾസ് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവിടെ നിന്നും ജേണലിലോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ബേസിക് റൂൾസ് അറിയണം അക്കൗണ്ടൻസിയുടെ. നമുക്ക് എന്താ പറയുക, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ്, ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. അസറ്റ്, ഒരു ബിസിനസ്സിൻ്റെ അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം, എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യണം, ലയബിലിറ്റി, ഇൻകം, ഇവ കൂടിയാൽ എന്ത് ചെയ്യണം, ഇനി ഇവ കുറഞ്ഞാൽ എന്ത് ചെയ്യണം തുടങ്ങിയ ഒത്തിരി ബേസിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഈ റൂൾസ് അറിഞ്ഞാലേ നമുക്ക് ജേണലിലോട്ട് എൻട്രികൾ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൂടെ നോക്കണം? ഈ ജേണൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെയല്ലേ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓരോ ജേണൽ എൻട്രി ജേണൽ എൻട്രി ഡയറക്റ്റ് തരാറുണ്ട്. ഏതാണ് ഒരു ജേണൽ എൻട്രിയുടെ ഒരു ട്രാൻസാക്ഷൻ തന്ന് ഇതിൻ്റെ കറക്റ്റ് ജേണൽ എൻട്രി ഏതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്ന് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു PYQ നോക്കി ആ ക്വസ്റ്റ്യൻ അങ്ങ് കാണാപ്പാഠം പഠിച്ചു എന്നിരിക്കട്ടെ. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നമ്മളത് അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവരൊന്ന് മാറ്റി ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അല്ലേ. നമ്മൾ അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടതാണ് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഡെബിറ്റെന്നോ ക്രെഡിറ്റെന്നോ ശ്രദ്ധിച്ചു പോലും ഉണ്ടാവില്ല. ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി വായിച്ച് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ എന്താണോ അവർ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി, ഇനി മനസ്സിലാക്കിയപ്പോൾ ഒരു ഉത്തരത്തിലോട്ട് എത്തണമല്ലോ. അതിനാണ് നമ്മൾ ബേസിക് റൂൾസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. ഈ റൂൾസ് അറിഞ്ഞാൽ മാത്രം പോരാ, കറക്റ്റായിട്ട് എന്തുകൂടി അറിയണം? അപ്ലൈ ചെയ്യാൻ കൂടി അറിയണം. ഓക്കെ, അപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരു PYQ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു, എന്തിന് ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഒരു ചോദ്യം വരാം. എന്തിന് ഡെബിറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി അറിഞ്ഞിരിക്കണം അല്ലേ. എന്താ ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. ഒരു ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു,
ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഒരു ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു, ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം എന്നായിരിക്കും ചോദ്യം. ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയണമെങ്കിൽ ഈ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? ജേണൽ എൻട്രി അറിഞ്ഞാലല്ലേ ഡിപ്രീസിയേഷനെയാണ് ഡെബിറ്റ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഗുഡ്സിന് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഫയർ വന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചാരിറ്റിക്ക് കൊടുത്തു, എന്ത് ക്രെഡിറ്റ് ചെയ്യണം, എന്ത് ഡെബിറ്റ് ചെയ്യണം, അപ്പോൾ എന്ത് ക്രെഡിറ്റ് ചെയ്യണം, എന്ത് ഡെബിറ്റ് ചെയ്യണം എന്നെല്ലാം സ്ഥിരമായി എല്ലാ PYQസിലും കണ്ടുവരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്നും ആൻസറിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? ജേണൽ എൻട്രി എന്താണെന്ന് അറിയണം. ജേണൽ എൻട്രി എഴുതണമെങ്കിൽ അതിൻ്റെ റൂൾസ് അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഇപ്പോൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണല്ലേ നമ്മുടെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. ആ അക്കൗണ്ട്സിനെല്ലാം എന്തുണ്ട്? ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് ജേണൽ നമ്മൾ മനസ്സിലാക്കണം. ജേണലിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞാലാണ് ലെഡ്ജർ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ്. ലെഡ്ജറിൽ നിന്നെല്ലാം ഇപ്പോൾ ഈ 2025-26 കുറേ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ജേണലിൽ നിന്നും ലെഡ്ജറിലോട്ട് മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണ് എന്ന്. ഇപ്പോൾ ഒരു 2025-26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ പോലും അതിൽ തന്നെ അത് 3-4 തവണ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലാസ്റ്റ് 5 ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് തന്നെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെറുതെ മനഃപ്പാഠമാക്കിയിട്ട് കാര്യമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ചു പോയിട്ടേ കാര്യമുള്ളൂ. ദെൻ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് എന്ത്? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻസ് കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? സസ്പെൻസ് അക്കൗണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറേ ലാസ്റ്റ് കഴിഞ്ഞ കുറച്ച് പേപ്പേഴ്സിൽ സ്ഥിരമായി ചോദിച്ചിരുന്നു സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ്. അതെല്ലാം ഈ ട്രയൽ ബാലൻസും അതിൻ്റെ ഇറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻസ് എന്നും വന്നതാണ്. പിന്നെ റെക്ടിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതായത് ഒരു ജേണൽ എൻട്രി തരും, അത് തെറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അത് റെക്ടിഫൈ ചെയ്താൽ എങ്ങനെ വരും, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറഞ്ഞ് ആ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കയറി വരുന്നുണ്ട്. അതുപോലെ ഒരാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ആളെ ക്രെഡിറ്റ് ചെയ്തു, എങ്ങനെയായിരിക്കും റെക്ടിഫിക്കേഷൻ എന്ന രീതിയിലുള്ള കുറേ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ്, അതിൻ്റെ ഇറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ്. ആദ്യം ട്രയൽ ബാലൻസ്, അതിൻ്റെ ഐറ്റംസ്, എങ്ങനെ ഇറേഴ്സ് വരാം, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇറേഴ്സ് നമുക്കുണ്ട്, ആ ഇറേഴ്സിനെ നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് കൃത്യമായി നോക്കി പോകേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലേ? ഇതിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ വരാറുണ്ട്? അതായത് ഇപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് എവിടെയാണ് കാണിക്കുക എന്ന് ചോദിക്കാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക എന്നൊക്കെ. അപ്പോൾ ഇവയിൽ വരുന്ന ഓരോ ഐറ്റംസിനെയും നമ്മൾ പരിചയപ്പെടണം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയാം നമുക്ക് അല്ലേ, ഡിപ്രീസിയേഷനിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല വെച്ച് ചോദിക്കും. ഇനി ഡിപ്രീസിയേഷൻ്റെ കുറച്ച് ടൈപ്സുകൾ ഉണ്ടല്ലേ, അപ്പോൾ ഓരോ സിറ്റുവേഷൻ തന്ന് അതിലേക്ക് ഏത് ഡിപ്രീസിയേഷൻ്റെ ടൈപ്പാണ് എന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ടൈപ്സ് പഠിക്കുന്നതിന് കൂടെ തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മസ്റ്റായിട്ടും പഠിക്കണം. കാരണം അതൊരു പ്രോബ്ലം ടൈപ്പായിട്ടും വരാറുണ്ട്. ഡിപ്രീസിയേഷൻ്റെ ഫോർമുല എന്താണ് അറിയില്ലേ? നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ ഫോർമുല നമുക്കറിയില്ലേ? എന്താണ്? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. അപ്പോൾ ഇതാണ് ആ ഡിപ്രീസിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇത് പ്രോബ്ലം ആയിട്ടും ചോദിക്കുന്നുണ്ട്, അതുപോലെ തിയറിറ്റിക്കൽ അല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ഇത് പ്രോബ്ലം ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഇതിൻ്റെ മെത്തേഡ്സും ടൈപ്സൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്കറിയാം മൈൻസ്, കോറീസ്, അതിലൊക്കെ ഏത് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് തുടങ്ങി ആ മോഡലിലും ചോദിക്കുന്നുണ്ട്.
പ്രോബ്ലം ടൈപ്പായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. മാറിപ്പോവാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഓരോ സിറ്റുവേഷനും ഏത് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. ദെൻ പിന്നെ ഒരു ഭാഗം വരുന്നതാണ് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇപ്പോൾ ചോദ്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുവരാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ഫീ അല്ലേ, അത് ഏത് ടൈപ്പാണ് എന്ന് ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്നൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് അറിയണമെങ്കിൽ എന്താണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് എന്ത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലേ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്കറിയാം. അപ്പോൾ ഡിപ്രീസിയേഷൻ പോലെ വേറൊരു ടോപ്പിക് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് എന്ത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്നും എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് റിലേറ്റഡ് ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതെല്ലാം നമ്മുടെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ അതായത് ഇപ്പോൾ സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് അല്ലേ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ആണ്. ഇവിടെ കുറച്ച് അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടൊരു ചോദ്യം തന്നെയായിരുന്നു അത്, ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ. അതുപോലെ സമ്മറൈസ്ഡ് ക്യാഷ് ബുക്ക് ഏതാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണെന്നല്ലേ, അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ക്യാഷ് ബുക്കിന് സിമിലർ ആയിട്ടുള്ളത് ഏത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സിമിലർ ആയിട്ടുള്ളത് ഏത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ ഏരിയാസും മനസ്സിലാക്കി അതിൽ നിന്നും വരുന്ന PYQs ഏത് രീതിയിൽ വരുമെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു പോവുക. പിന്നെ കൺസൈൻമെൻറ്റ് ഇപ്പോൾ പലരും പറയും കൺസൈൻമെൻറ്റ് എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു ഏരിയ ആണെന്ന് അല്ലേ. പക്ഷേ നമുക്കറിയാം പഠിച്ചു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നല്ല. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്കും, അതായത് കൺസൈൻമെൻറ്റും ഇനി പറയാൻ പോകുന്ന BRS എന്താണ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും എന്താണ്, അത്ര പൊതുവേ പറയപ്പെടുക നല്ല ടഫായ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യത്തെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയൊരു ഭാഗം തന്നെയാണ്. ചോദ്യങ്ങൾ വരാറുമുണ്ട്. കൺസൈൻമെൻറ്റിൽ നിന്നൊക്കെ സ്ഥിരം ജേണൽ എൻട്രികളിലെ ക്യാഷ് സെയിൽ നടത്തി കഴിഞ്ഞാൽ കൺസൈനിയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് എൻട്രി വരിക, അല്ലെങ്കിൽ ആരെയാ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാഷ് സെയിൽ കൺസൈനി നടത്തി കൺസൈനിയുടെ അക്കൗണ്ടിൽ ആരെ ക്രെഡിറ്റ് ചെയ്യും, ആരെ ഡെബിറ്റ് ചെയ്യും എന്നെല്ലാം ഈ രീതിയിൽ പല ക്വസ്റ്റ്യനും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കൺസൈൻമെൻറ്റ് എന്താണെന്ന് അറിയണം. കൺസൈൻമെൻറ്റിൽ കൺസൈനറുടെ ജേണൽ എൻട്രി, കൺസൈനിയുടെ ജേണൽ എൻട്രി സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതെല്ലാം ഇത് റിലേറ്റഡ് ചെയ്തിട്ടും നമുക്ക് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാം. ദെൻ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, BRS, അതായത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. BRSൽ നിന്നും നമ്മൾ BRS ആരാ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ BRSൽ നിന്നും പ്രോബ്ലംസും വരാറുണ്ടല്ലേ. ഒരു 2000 രൂപ CB PB എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലംസും കണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഈയിടെ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ BRSൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത്യാവശ്യം കൺഫ്യൂഷനിങ് ആയിരുന്നു. പക്ഷേ BRSൻ്റെ റൂൾസ് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് ആൻസറിലോട്ട് കറക്റ്റായി എത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ BRS, കൺസൈൻമെൻറ്റ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയൊക്കെ റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അതും ഡിഫിക്കൽട്ടല്ല, കൃത്യമായി പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും കൺസൈൻമെൻറ്റ് ഒക്കെ അവർ രസകരമായാണ് പഠിച്ചു പോകുന്നത്. അവർ പറയും കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇത്രയും ഈസിയാണ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്ന രീതിയിലാണല്ലേ. അപ്പോൾ അത്രയും രസകരമായാണ് അവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് BRSൽ പറയുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായി ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയിലോട്ട് നമ്മൾ എത്തിയല്ലേ. ഇപ്പോൾ ഈയിടെ നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ചോദ്യം വീതം കാണും അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടൈപ്സ് കാണാം, മെത്തേഡ്സ് കാണാം, പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. റേഷ്യോ അനാലിസിസും അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണല്ലേ. റേഷ്യോ അനാലിസിസ് ഇവിടെ എന്തൊക്കെ പറയുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തത്
ഈ മാർജിനൽ കോസ്റ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ. മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ പഠിക്കാം അല്ലേ? ഇപ്പോൾ കുറച്ച് മുൻപ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സങ്ക് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ കോസ്റ്റുകൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പോൾ ആ കോസ്റ്റുകൾ ഏതൊക്കെ ടൈപ്സ് കോസ്റ്റുകളാണുള്ളതെന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. പിന്നെ അതുപോലെ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കാണുന്നൊരു ഭാഗമാണ്. അതുപോലെ എന്താ കോൺട്രിബ്യൂഷനൊക്കെ നമ്മൾ കാണാറില്ലേ? കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ്, അതായത് PV റേഷ്യോ കാണാൻ, കോൺട്രിബ്യൂഷൻ, PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈയിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളാണ്? പ്രോബ്ലം ടൈപ്പായി ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിപ്പീറ്റഡ് ഏരിയാസ് ആണ് ഇതൊക്കെ കേട്ടോ. കോൺട്രിബ്യൂഷൻ, PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ് അത്രയും റിപ്പീറ്റഡ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നിന്നൊക്കെ എല്ലാ പ്രാവശ്യവും എന്ത് ചോദിക്കുന്നുണ്ട്? പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെ വിട്ട് കളയേണ്ട ഒരു ടോപ്പിക് അല്ല. അതുപോലെ മാർജിനൽ കോസ്റ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കുറച്ചായി ഒരു 1 ഇയർ ആയുള്ള പേപ്പേഴ്സിലെല്ലാം എന്ത് ചോദിക്കുന്നുണ്ട്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം ചോദിക്കുന്നുണ്ട്, ഇക്വേഷൻസ് ചോദിക്കുന്നുണ്ട്. ഒത്തിരി ഇക്വേഷൻസ് നമുക്ക് ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇക്വേഷൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ വരുന്ന ഒരു ഭാഗമാണല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലും ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ ചെറിയ പ്രോബ്ലംസ്, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഇത്രയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇതാണ്. അപ്പോൾ റേഷ്യോ തന്നിട്ട് ഇതിൻ്റെ എമൗണ്ട് കാണാൻ പറയുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ദെൻ ഇപ്പോൾ കയറി വന്ന ഒരു ഐറ്റമാണ് എന്ത്? ഫ്രോഡ് ട്രയാങ്കിൾ അല്ലേ. ഫ്രോഡ് ട്രയാങ്കിൾ നമ്മുടെ സിലബസിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. അതിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിപ്പീറ്റഡ് ഏരിയാസിൽ നിന്നും കൃത്യമായി PYQs വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഇതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ച് ഇതിൽ നിന്നുള്ള എല്ലാ PYQസും കൃത്യമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അക്കൗണ്ടൻസി സെറ്റാണല്ലേ. ഏതൊക്കെ ഭാഗത്തു നിന്നും പ്രോബ്ലംസ്, ഏതൊക്കെ ഭാഗത്തു നിന്നും സിമ്പിളായി ചോദിക്കാം എന്നുള്ള രീതിയെല്ലാം മനസ്സിലാക്കി കൃത്യമായി നമ്മൾ പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഈസിയായി 20ൽ 20 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത പോലെ ഇനി കണക്കുകൂട്ടലുകൾ എന്താണ് തെറ്റത്തില്ല. നമ്മൾ എന്താണ് CSEB മിഷൻ 2026 3 month 6 monthൻ്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്